അമല് പറയും, ഇപ്പോഴാണ് എനിക്ക് നിന്നോടൊരു മതിപ്പൊക്കെ തോന്നുന്നത്. അജയേട്ടനുള്ള പണി പാലും വെള്ളത്തിൽ കൊടുത്തതിന്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ് അജയ്. അമല് അപർണയോട് പറയും, ഇതുപോലെ നീ വേറൊരാളോട് പറയുന്നൊരു ദിവസം വരും, നിൻ്റെ അച്ഛനോട്. അന്ന് എനിക്ക് നിന്നോട് തോന്നുക സന്തോഷമല്ല, സ്നേഹമാണ്. ഇത് കേട്ടിട്ട് അപർണയ്ക്ക് ദേഷ്യം വരികയാണ്. അപർണ കേസ് തോറ്റ കാര്യങ്ങളും നിരഞ്ജനെയും ജാനകിയൊക്കെ പറ്റി കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയും. അമല് പറയും, രാധാമണി വരച്ചയാർ ഇതിനേക്കാളും വലിയ സെല്ലിൽ കിടന്നിട്ടുണ്ട്. നിൻ്റെ അച്ഛൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാധാമണി വരച്ചയാർ എന്തിനാ മൊഴി മാറ്റി പറഞ്ഞത്? അതിനുശേഷം അവർ വേറെ ഇങ്ങോട്ട് പോവല്ല, ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നത്. ജാനകി അടുത്തിയുടെ ഒപ്പം നിന്നിട്ട് നിൻ്റെ അച്ഛന് വേണ്ടി മൊഴി മാറ്റി കൊടുത്തത് എന്തോ ഒരു പ്രശ്നമില്ലേ? എൻ്റെ ചോദ്യം ഇതാ, ജാനകിയെ വഞ്ചിച്ച് രാധാമണി വാരസ്യാർ തമ്പിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിനാണ്? നല്ലതുപോലെ ഒന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് അമല് പുറത്തോട്ട് പോകും. അപർണയുടെ മുഖമൊക്കെ ഒന്ന് മാറും. അപർണ ജാനകി വാരസ്യാർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. തമ്പിയോട് അപർണ രാധാമണി വാരസ്യാർ എന്തിനാ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചു നോക്കുമ്പോൾ തമ്പി ചോദിക്കും, എന്തിനാ മോളെ നീ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അപർണ പറയും, ഞാൻ മാത്രമല്ല, അളകാപുരിയിൽ എല്ലാവരും ഇതാ ചോദിക്കുന്നത്. തമ്പി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ന്യായീകരിക്കും. പക്ഷേ അപർണയ്ക്ക് അതൊന്നും ഒരു വിശ്വാസമില്ല. അപർണ ചോദിക്കും, അവരെ പണ്ടേ കണ്ട് പരിചയമുണ്ടോയെന്ന്. തമ്പി പറയും, എനിക്ക് അവരെ പരിചയമൊന്നുമില്ല, ഓഫീസിൽ ജോലി ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയും. തമ്പി പറയും, നീ അവളെ അവിടെ നിന്ന് എങ്ങനെയും പോയിച്ച് പുറത്തടിക്കണം, നിന്നെ കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ട് അമലും അവരൊക്കെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക എന്നൊക്കെ പറയും. അതൊന്നും അപർണയ്ക്ക് വിശ്വാസമില്ല, എങ്കിലും വിശ്വസിച്ച പോലെ അപർണ അങ്ങ് പോകും. നിരഞ്ജന ജാനകിയോടും അഭിയോടും പറയാം, ഞാൻ ജാനകിയടുത്തെ കാണാൻ മാത്രമല്ല വന്നത്, ഞാൻ ഡിവോഴ്സിലേക്ക് നീങ്ങാൻ പോവാ, അത് നിങ്ങളോട് രണ്ടുപേരോട് പറയാനാണ് വന്നത്. അഭി ഇത്ര ധൃതി വേണമെന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജന പറയും, ധൃതി പിടിച്ചല്ല, ഞാൻ കേസിന് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് അഭിയേട്ടനെ അറിയാവുന്നതല്ലേ, ഇത് അജയോട് സൈൻ ചെയ്യിക്കണം, സൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കേസിന് പോകുമെന്ന് പറയും. ജാനകി പറയും, ഉണ്ണിത്താൻ വക്കീലാണ് ഇതിന് പിന്നിരുന്നത് എനിക്കറിയാം, നിന്നെ അങ്ങോട്ടേ വിളിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണെന്ന് പറയും. നിരഞ്ജന പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത് ജാനകി? അജയുടെ കൂടെ ഇനിയും ജീവിക്കണം, അങ്ങനെ ചെയ്താൽ ഞാനൊരു വ്യക്തിത്വം ഇല്ലാത്തവളായി പോയില്ലേ? പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരുമിച്ച് ജീവിക്കുന്നത്? ജാനകി പറയും, നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുന്നതാണ് നല്ലത്, കൊള്ളരുതാത്തവൻ്റെ കൂടെ ജീവിതം ഹോമിക്കേണ്ട കാര്യം ഒരു പെണ്ണിനുമില്ല. നീ എന്ത് തീരുമാനം എടുത്താലും ജാനകി എടുത്ത് നിൻ്റെ കൂടെ തന്നെയുണ്ട്. അഭി പറയും, നീ എന്നും ഞങ്ങളിൽ ഒരാളായിട്ടേ ഞാൻ കാണൂ, എൻ്റെ അനിയത്തിയായിട്ട്. അജയായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചാലും അതങ്ങനെ തന്നെ ആയിരിക്കും. നിരഞ്ജന ജാനകിയോട് ചോദിക്കും, അമ്മ എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കും. ജാനകി പറയും, എല്ലാം അറിയുന്ന ഒരാളോട് പിന്നെ അത് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അഭി പറയും, അത് വിട്ടേക്ക്, അവരാകെ തകർന്ന അവസ്ഥയിലാണ്, ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് വരെ ഇരിക്കും. നിരഞ്ജന പറയും, എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, അവരെന്നെയാണല്ലോ വിഡ്ഢിയാക്കിയത്, അവരോട് എങ്ങനെ ചോദിക്കണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് നിരഞ്ജന രാധാമണി വരസ്യാരുടെ അടുത്തേക്ക് പോവാണ്. ജാനകി പറയും, അവൾ ചോദിച്ചോട്ടെ, അവൾക്ക് അതിന് അവകാശമുണ്ട്, അവൾ അനുഭവിച്ച അപമാനവും വേദനയും അമ്മ അറിയാൻ തന്നെ വേണം. എന്തിനമ്മ ഇങ്ങനെ ഒരു ചതി കാണിച്ചെന്ന് ഒരാളെങ്കിലും അറിയട്ടെ. നിരഞ്ജനയെ കാണുമ്പോൾ തന്നെ രാധാമണി വരസ്യാർ പറയും, മോളെന്നോട് പൊറുക്കണം, മോളോടാ ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്, ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് വരെ വിചാരിച്ചിരുന്നു എന്ന് പറയും. നിരഞ്ജന ചോദിക്കും, അമ്മ എങ്ങോട്ട് പോകാൻ? ഇത് അമ്മയുടെ മോളുടെ വീടല്ലേ, എനിക്കറിയേണ്ടത് അമ്മ എന്തിനാ അവിടെ കള്ളം പറഞ്ഞത്? ആ ദുഷ്ടനെ അമ്മ ഒരിക്കലും രക്ഷിക്കാൻ പാടില്ലായിരുന്നു, ജാനകിയെടുത്തിയെ കൊല്ലാൻ വരെ ശ്രമിച്ചത് അയാളാണ്. അമ്മയുടെ ഒരു മൊഴി കൊണ്ട് അതുപോലും എനിക്ക് തെളിയിക്കാൻ പറ്റിയില്ല, ഇനി അവരുടെ ഒരു മാനനഷ്ട കേസ് വരാൻ പോകുന്നതേ ഉള്ളൂ. രാധാമണി വാരസ്യാർ പറയും, അവരിനി മാനനഷ്ട കേസൊന്നും കൊടുക്കില്ല. അതെങ്ങനെ അറിയാമെന്ന് നിരഞ്ജന ചോദിക്കുമ്പോൾ അമ്മ പറയും, അവർ മാനനഷ്ട കേസ് കൊടുത്താൽ ഞാൻ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാം. നിരഞ്ജന അപ്പോഴും ചോദിക്കും, അമ്മ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന്, അതെനിക്ക് അറിയണമെന്ന് പറയും. രാധാമണി ആ കാര്യം നിരഞ്ജനോട് പറയാണ്, ഇനി എൻ്റെ മക്കൾക്കൊന്നും ഒരു പോറൽ പോലും പറ്റുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല, മോൾ എന്നോട് പൊറുക്കണം. ഇത് കേട്ടിട്ട് നിരഞ്ജന അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്.